بسم الله والحمد لله والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد. عن جابر رضي الله عنه جابر رضي الله عنه റിപ്പോർട്ട് حديث الكرام أن النبي صلى الله عليه وسلم لم يسلك طريقا فيتبعه أحد إلا عرف أنه قد سلكه من طيب عرقه. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വഴിയിൽ പ്രവേശിക്കാറില്ല. ഫയത്ബഉഹു അഹദുൻ, അങ്ങനെ നബി തങ്ങളുടെ പുറകെ വേറൊരാള് ആ വഴിയിലൂടെ നടന്നു പോവുകയും ചെയ്യാറില്ല. ഇല്ലാ അറഫ, ആ നടന്നു പോകുന്ന ആള് അറിഞ്ഞിട്ടല്ലാതെ അന്നഹു ഖദ് സലകഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വഴിയിലൂടെ നടന്നു പോയിട്ടുണ്ട് എന്ന് അയാൾ അറിയും. മിൻ തീബി അറഖി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിയർപ്പിന്റെ സുഗന്ധത്താൽ. ഹബീബായ നബി തങ്ങളുടെ വിയർപ്പ് സുഗന്ധപൂരിതമായിരുന്നു. നമ്മളുടെയൊക്കെ വിയർപ്പ് പോലെ ആയിരുന്നില്ല നബി തങ്ങളുടെ വിയർപ്പ്, അത് സുഗന്ധമുടേതായിരുന്നു എന്നും ആ സുഗന്ധം കാരണത്താൽ നബി തങ്ങൾ ഈ വഴിയിലൂടെ നടന്നു പോയിട്ടുണ്ട് എന്ന് നബിയുടെ പുറകെ ആ വഴിയിലൂടെ നടന്നു പോകുന്ന ആൾ മനസ്സിലാക്കിയിരുന്നു. നബി തങ്ങളുടെ വിയർപ്പിനെ സംബന്ധിച്ച് പല ഹദീസുകളിലും കാണാം. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത മറ്റു ഹദീസിൽ കാണാം, ബകാന കസീറൽ അറഖി, നബി തങ്ങൾ നന്നായി വിയർക്കുന്നവരായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ കാണാം, നബി തങ്ങളുടെ വിയർപ്പ് തുള്ളികൾ മുത്തുമണികൾ പോലെ കാണാമായിരുന്നു. ഇങ്ങനെ വേറെ ചില ഹദീസുകൾ കാണാം, മുസ്ലിം തന്നെ റിപ്പോർട്ട് ചെയ്ത മറ്റു ചില ഹദീസുകൾ കാണാം, നബി തങ്ങൾ വഹീ സ്വീകരിക്കുന്ന സന്ദർഭത്തിൽ നന്നായി വിയർക്കാറുണ്ടായിരുന്നു. സുമ്മ തഫീളു ജബഹതുഹു അറഖാ, വിയർപ്പ് നബി തങ്ങളുടെ മേൽ ഇതാ വഹി ഇറങ്ങിയും അത് ഇറങ്ങി അവസാനിക്കുമ്പോ നബി തങ്ങളുടെ ജബഹത്ത് ഇങ്ങനെ ഇതാ വിയർപ്പാടിങ്ങനെ ഒഴുകുമായിരുന്നു എന്ന് ഹദീസിൽ കാണാം. ഒരു ഹദീസിൽ കാണാം, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ദഖല അലൈന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളിലേക്ക് കടന്നു വന്നു, ഞങ്ങളുടെ വീട്ടിൽ. ഫഖാല ഇൻദനാ, ഞങ്ങളുടെ വീട്ടിൽ ഖൈലൂലത്ത്, ഉറക്കമുറങ്ങി. നട്ടുച്ച സമയത്ത് ഉറക്കമാണ് ഖൈലൂലത്ത്. ഉറക്കം എന്ന് പറഞ്ഞാൽ നബി തങ്ങൾ ഖൈലൂലത്ത് ഉറക്കം എന്ത് ചെയ്തു, ഉറങ്ങി. ഫഅരിഖ, അങ്ങനെ നബി തങ്ങൾ ഉറങ്ങുന്നതിന്റെ ഇടയിൽ ഇങ്ങനെ വിയർക്കാൻ തുടങ്ങി. വജാഅതു ഉമ്മി ബിഖാറൂറത്തിൻ, അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, എന്റെ ഉമ്മ ഒരു കുപ്പിയും എടുത്തുകൊണ്ട് വന്നു. ഫജഅലത് തസ്ലിത്തുൽ അറഖ ഫിഹാ, എന്റെ ഉമ്മ റസൂലുള്ള വിയർത്തതിന്റെ വിയർപ്പ് ഇങ്ങനെ വടിച്ചെടുത്തു ആ കുപ്പിയിലേക്ക്. അപ്പോഴേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറക്കിൽ നിന്ന് ഉണർന്നു. ഫഖാല യാ ഉമ്മ സുലൈം മാ അദല്ലി തസ്നഈൻ, ഓ ഉമ്മു സുലൈമേ, നീ എന്താണ് ഈ ചെയ്യുന്നത് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയോട് ചോദിക്കുകയാണ്. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ നബി തങ്ങളുടെ ശരീരത്തിൽ സ്പർശിച്ചത്. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ മുലകുടി ബന്ധത്തിലൂടെയുള്ള വിവാഹ ബന്ധം ഹറാമായ തൊട്ടാൽ ഉളൂ മുറിയാത്ത മഹദിയായിരുന്നു ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ. അതുകൊണ്ടാണ് നബി തങ്ങളുടെ അവിടുത്തെ ശരീരത്തിൽ സ്പർശിച്ചത്. അങ്ങനെ ഇതാ കാലത്ത് ആദാ അറഖുക, ഓ ഉമ്മു സുലൈമേ, എന്താണ് നീ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ അവിടുന്ന് പറയുന്നു, ആദാ അറഖുക,
നബി, ഞാൻ ഈ വടിച്ചടക്കുന്നത് നബിതങ്ങളുടെ വിയർപ്പാണ് നബിയേ. നജഅലുഹു ഫീ തീബിനാ, നബിയേ തങ്ങളുടെ ഈ വിയർപ്പിനെ ഞങ്ങളുടെ സുഗന്ധത്തിൽ ഞങ്ങൾ പുരട്ടും, അതിൽ ഞങ്ങൾ കൂട്ടിക്കലർത്തും. വഹുവ മിൻ അത്യബിത്തീബ്, നബിയേ തങ്ങളുടെ അവിടുത്തെ വിയർപ്പ് സുഗന്ധങ്ങളിൽ വെച്ച് ഏറ്റവും സുഗന്ധമുടേതാണ് നബിയേ. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് അംഗീകരിക്കുകയാണ്. നബിതങ്ങളുടെ വിയർപ്പ് നമ്മളുടെയൊക്കെ വിയർപ്പ് പോലെയായിരുന്നില്ല. നബിതങ്ങളുടെ വിയർപ്പ് അത് എന്തായിരുന്നു? സുഗന്ധമുடைய വിയർപ്പായിരുന്നു. അതുകൊണ്ടാണ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ലസ്തു മിസ്ലകും, ഓ സ്വഹാബത്തെ, ഞാനൊരിക്കലും നിങ്ങളെ പോലെയല്ല. ലസ്തു കഅഹദിൻ മിൻകും, ഞാൻ നിങ്ങളിൽ ഒരാളെ പോലെയുമല്ല. സ്വഹാബത്ത് ഒട്ടടങ്കം എന്ത് ചെയ്യാണ്? സ്വഹാബത്ത് ഒട്ടാകെ അംഗീകരിക്കുകയാണ്. ലസ്നാ കഹയതിക യാ റസൂലല്ലാഹ്, നബിയേ ഞങ്ങൾ ഒരിക്കലും നബിതങ്ങളുടേതായ പ്രകൃതിയിലെ അല്ല, നബിതങ്ങളുടെ രൂപത്തിലല്ല നബിയേ ഞങ്ങൾ. നോക്കൂ, നബിതങ്ങൾ നമ്മളെ പോലെയുള്ളൊരു സാധാരണക്കാരനായിരുന്നില്ല. നബിതങ്ങളുടെ മുഖം നമ്മളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. നബിതങ്ങളുടെ തലമുടി നമ്മളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. നബിതങ്ങളുടെ കാൽപാദം അത് നമ്മളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. നബിതങ്ങളുടെ കൈ അത് നമ്മളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. അല്ലാഹു തആല നമ്മൾ പറഞ്ഞതും കേട്ടതുമൊക്കെ ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.